ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ടേസ്റ്റി തൈര് കടുമാങ്ങ കറി ഉണ്ടാക്കിയാലോ. എന്നാൽ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് വേഗം ഒന്ന് കണ്ടിട്ട് വരാം. നമ്മുടെ ഈ തൈര് കടുമാങ്ങ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് പച്ചമാങ്ങയാണ്. ഈ പച്ചമാങ്ങ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് വെക്കാം കേട്ടോ, ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട്. അത് നമുക്ക് ഉപ്പ് ഇട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ വെച്ചേക്കാം കേട്ടോ. നമുക്ക് ഒരു ചട്ടി ചൂടായാൽ അതിൽ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. ഇതിനു വേണ്ടി നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കടുക് പൊട്ടിയാൽ നമുക്കിതിലേക്ക് കറിവേപ്പിലയും ഉണക്കമുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. തീ നമുക്ക് നല്ലവണ്ണം കുറച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. അടുത്തതായിട്ട് നമ്മളിതിൽ ഇട്ട് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ. ഇത് നമ്മൾ തീ ഓഫ് ചെയ്യുക, എന്നിട്ട് ഒന്ന് ചൂടാറിയാൽ നമുക്കിതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 2 പിഞ്ച് കായപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത മാങ്ങ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഒരു നുള്ളു ഉലുവാപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ തീ കുറച്ച് വെച്ച് ഈ മാങ്ങ ഒന്ന് ഈ മുളക് പൊടിയും ഉലുവാപ്പൊടിയും ഒക്കെ ഈ മാങ്ങ കഷ്ണത്തിൽ നന്നായിട്ട് മിക്സ് ആക്കാം. ഇനി നമ്മൾ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു 1/4 കപ്പ് തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. തൈര് കട്ടയെങ്കിൽ നമുക്ക് മിക്സിയിലൊന്ന് ഉടച്ച് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ. ഞാൻ നമ്മൾ തീ ഓഫ് ചെയ്യണേ. തൈര് ചേർത്തതിന് ശേഷം നമ്മൾ തീ കത്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ തൈര് കടുമാങ്ങ കറി ഇവിടെ റെഡിയായേ. അപ്പോൾ നമ്മൾ ഉപ്പ് നോക്കണേ. ഞാൻ നേരത്തെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി പോരെങ്കിൽ നമുക്കിപ്പം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഈസി കറി ഉണ്ടാക്കാത്തവർ ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി വെക്കണേ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.